ഒന്ന് പുറത്തിറങ്ങി നടക്കടാ. എപ്പോഴും ആ പെട്ടിയിൽ തന്നെ കുത്തിയിരിക്കുവാണോ? പോയേ, ഞാൻ ജോലി ചെയ്യുക. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അല്ലാതെ പറമ്പ് കിളക്കുമല്ല. ബ്രെയിൻ വർക്കാണ്. മുറിയിൽ അടച്ചിരുന്ന് എന്ത് ജോലിയാടാ? വല്ലാത്തൊഴുക്കും നടക്കണം, ദേഹം അനങ്ങണം. ഇതിപ്പോ കസേരയെ പശ വെച്ച് ഒട്ടിച്ച പോലെ ഒറ്റ ഇരിപ്പാ. വല്ലാത്ത കോലം. ആരോട് മിണ്ടാനും പറയാനും അറിയില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് പോയോ നീ? നാളെ ഈ കമ്പ്യൂട്ടർ നിങ്ങളെ ഭരിക്കും, നോക്കിക്കോ. ഇങ്ങനെ പോയാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവും? നാടാ കോപ്രായം കാണിക്കുന്നത്, നിർത്തിപ്പോടാ. നിനക്ക് നാണമില്ലടാ. ആരെങ്കിലും ഇങ്ങനെ മുഖമൊക്കെ കോക്കറി കാട്ടി ഡാൻസ് കളിക്കുവോ? കണ്ടാൽ തന്നെ അറിയാം കഞ്ചാവാണെന്ന്. അയ്യോ ഡാഡ്, ആ ഫ്ലോ കളഞ്ഞ്. നല്ല റീച്ച് കിട്ടേണ്ട സാധനമായിരുന്നു. ഇത് റീൽസ് ആണ് ഡാഡ്. ഇതൊന്നും പറഞ്ഞാൽ ഡാഡിന് മനസ്സിലാവില്ല. ഞാൻ വെറുതെ കളിക്കുകയാണ്. ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്. എന്തോന്ന്? എടാ കോമാളിത്തരം അല്ലാതെ എന്ത് പറയാ? ഒരു ഇൻഫ്ലുവൻസർ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താൻ ഓരോ വേഷം കെട്ടൽ. വല്ല പണിക്ക് പോയിക്കൂടെ നിനക്ക്? പണിയോ ഡാഡ്? ഇതിന് എത്രയാ വരുമാനം എന്നറിയോ? ഈ ഒരൊറ്റ വീഡിയോ ഹിറ്റായ ഇതിന് പൈസ കിട്ടും ഡാഡ്. ബ്രാൻഡ് കൊളാബറേഷൻ. പിന്നല്ലാതെ ഡാഡി വിചാരിക്കുന്ന പോലെ മൺവെട്ടി എടുത്താലേ പൈസ കിട്ടുമെന്ന്. എന്റെ ദൈവമേ, പൈസ! ഒരു ഫോൺ പിടിക്കുക, അരക്കെട്ടിളക്കി ഭ്രാന്ത് കാണിക്കുക, അപ്പ പൈസ കിട്ടും. ഈ തലമുറയോടെ എല്ലാം തീർന്നു. എടാ ഫോണിൽ നോക്കടാ. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് 2 മണിക്കൂറായി. മെറ്റാവേഴ്സ്. മടിയന്മാർ. നിനക്കൊക്കെ ഫോണിൽ ടൈപ്പ് ചെയ്യാൻ പോലും വയ്യ അല്ലേ? ഞാൻ മെറ്റാവേഴ്സിലാണ്. ഇവിടെ മീറ്റിംഗ് നടക്കുക. ടൈപ്പിംഗ് ഒക്കെ പഴയ പരിപാടി അല്ലേ? ഇപ്പൊ ഒന്ന് ചിന്തിച്ചാ മതി. അപ്പൊ മെസ്സേജ് പോവും. ഈ റീൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? എൻ്റെ കാലത്തൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുമായിരുന്നു. അതായിരുന്നടാ കഴിവ്. നിനക്കൊക്കെ കണ്ണു തുറക്കാൻ പോലും മടിയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമോ?